ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ചോദ്യം: ഒരു ഗർഭിണിയായ പ്രഗ്നൻസിയുള്ള ഒരു സ്ത്രീ ഒരു സേഫായ ഡെലിവറിക്ക് വേണ്ടി, സുഖപ്രസവത്തിന് വേണ്ടി എന്തൊക്കെ ആയത്തുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ചില ആളുകൾ ജനങ്ങളോട് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഗർഭിണികളായ സ്ത്രീകൾ സൂറത്തു മറിയം, സൂറത്തു നൂർ, സൂറത്തു നിസ ഇതൊക്കെ പാരായണം ചെയ്താൽ സുഖപ്രസവമുണ്ടാകും എന്നാണ്. മുമ്പ് കാലത്ത് ചില ആളുകൾ പറഞ്ഞിരുന്നു, ഇദസ്സമാഉൻ ഷഖ്ഖത്ത് വഅദ്നത് ലിറബ്ബിഹാ വഹുഖ്ഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത്ത് മാ ഫീഹാ വതഖല്ലത്ത്. ഈ ആയത്തുകൾ പിഞ്ഞാണത്തിൽ എഴുതി കുടിച്ചാൽ സുഖപ്രസവമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മുമ്പ് കാലഘട്ടത്തിൽ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ചില മാലകൾ ചൊല്ലാറുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ നമ്മുടെ മാതൃക. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്ത് എന്താ പഠിപ്പിക്കുന്നത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, പരലോക വിജയം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്ന സത്യവിശ്വാസികൾക്ക് റസൂലിൽ മാതൃകയുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ ഖദീജ റളിയല്ലാഹുവിനെ പ്രസവിച്ചിട്ടുണ്ട്, മാരിയത്തുൽ ഖിബ്തിയ്യ പ്രസവിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ പെൺമക്കൾ 4 പെൺമക്കളുണ്ടായിരുന്നു. നമുക്കറിയാം, സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ, ഫാത്തിമ. അപ്പോൾ പ്രവാചകൻ്റെ പത്നിമാരാകട്ടെ, പ്രവാചകൻ്റെ പെൺമക്കളാകട്ടെ, അവരൊക്കെ പ്രസവിച്ചപ്പോൾ അങ്ങനെ ഗർഭിണിയായ സന്ദർഭത്തിൽ ഇതാ ഖുർആനിലെ ഇന്ന സൂറത്ത്, അത് സൂറത്തു മറിയമാകട്ടെ, സൂറത്തു നിസ ആകട്ടെ, അല്ലെങ്കിൽ ഇദസ്സമാഉൻ ഷഖ്ഖത്ത് എന്നുള്ള കാര്യമാകട്ടെ, ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതി കുടിക്കുകയോ ഈ ആയത്തുകളോ സൂറത്തുകളോ എഴുതി കുടിക്കുകയോ പിഞ്ഞാണത്തിൽ എഴുതുകയോ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ബിദ്അത്താകുന്നു, അത് വലിയ കുറ്റമുള്ള കാര്യമാകുന്നു. എന്ന് മാത്രമല്ല, ഗർഭിണികളായ സ്ത്രീകൾ സുഖപ്രസവത്തിന് എന്താണ് ചെയ്യേണ്ടത്? അത് തീർച്ചയായിട്ടും ഡോക്ടർമാർ പറയുന്നതുപോലെ കേൾക്കുക. അതോടൊപ്പം തന്നെ പരമകാരുണികനായ അർഹമുറാഹിമീനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ പ്രസവം അത് സുഖപ്രസവമാക്കിക്കൊണ്ട് വളരെ സേഫായിട്ടുള്ള, പ്രയാസങ്ങളില്ലാത്ത ഒരു ഡെലിവറിയാക്കി മാറ്റാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത് സ്വന്തം ഭാഷയിൽ, ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാം, തമിഴ്നാട്ടുകാരനാണെങ്കിൽ തമിഴിൽ പ്രാർത്ഥിക്കാം, മലയാളിയാണെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ സ്വന്തം ഭാഷയിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതല്ലാതെ പ്രത്യേകമായ ആയത്ത് എഴുതി കെട്ടുകയോ അല്ലെങ്കിൽ അത് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുകയോ അല്ലെങ്കിൽ എന്നും മഗ്‌രിബിന് ശേഷം ഇന്ന സൂറത്തോ ഇന്ന ആയത്തുകളോ ഓതുകയോ ഇതൊന്നും തന്നെ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ സ്വഹാബ വനിതകളുണ്ട്, അവർ പ്രസവിച്ചിട്ടുണ്ട്, അവർ ഗർഭിണികളായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അവരോടൊന്നും ഇന്ന ഇന്ന സൂറത്തോ ഇന്ന ഇന്ന ആയത്തോ ഓതുക, എന്നാൽ സുഖപ്രസവമുണ്ടാകും എന്ന് പഠിപ്പിച്ചിട്ടില്ല. മറിയം റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ഫിർഔനിൻ്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് അവരാണ് വലിയ മാതൃക. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഗർഭിണികളായ സ്ത്രീകൾ ഇന്ന ആയത്തോ ഇന്ന സൂറത്തോ ഓതണമെന്ന് പഠിപ്പിക്കുന്നില്ല, ഹദീസുകളിലും പഠിപ്പിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായിട്ടുള്ള ആള് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ഇന്ന സൂറത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആയത്തോ
സുഖപ്രസവത്തിന് വേണ്ടി ഓതുക എന്നുള്ളത് അത് അനാചാരമാണ്, ബിദ്അത്താണ്, ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് ഡോക്ടർ പറഞ്ഞത് കേൾക്കുക, അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി സുഖമായി പ്രസവിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.